Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. ലൈഫ് ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം തിരുവനന്തപുരം പേട്ട അക്ഷരവീഥിയിലെ പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും MD ഡോക്ടർ സ്വീറ്റി എത്തിയിരുന്നു. ഡോക്ടർക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും ഡോക്ടർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കുണ്ടാകുന്ന ഓരോ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാറുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ സംസാരിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അണുബാധയെക്കുറിച്ചിട്ടാണ്. സ്ത്രീകളിലെ അണുബാധ എന്ന് പറയുമ്പോൾ തന്നെ പലതരത്തിലാവാം. അപ്പം അടിസ്ഥാനപരമായി എപ്പോഴാണിത് ശ്രദ്ധിക്കുക? സ്ത്രീകളിലെ അണുബാധ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജനനേന്ദ്രിയങ്ങളുടെ അണുബാധ, ദാറ്റ് ഈസ് കൂടുതലും യോനി ഭാഗം വഴി അറിയാൻ പറ്റുന്ന അണുബാധ. സോ അതാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സോ ആ ഒരു അണുബാധ എന്ന് പറയുന്നത് ശരിക്കും വളരെ കൂടുതലായിട്ട് ഉണ്ട്. എന്നാൽ പലരും വളരെ നിസ്സാരമായിട്ട് എന്തെങ്കിലും ഒരു ക്രീം വാങ്ങിച്ച് പുരട്ടി അതിനെ കളയുന്നതാണ്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകൾ പല രീതിയിൽ മോശമായിട്ട് പിന്നെ നമുക്ക് അപകടകരമായിട്ട് പോലും വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പം ഒരു ബോധവൽക്കരണം കൊടുക്കാനാണ് ഈ അണുബാധയുടെ ഒരു വിഷയം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഈ അണുബാധ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സിംറ്റം, അതായത് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് തുടക്കം അമിതമായ വെള്ള നിറത്തിലുള്ള ദ്രാവകം പോവുക യോനി വഴി, അതായത് വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ആദ്യം വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും, അമിതമായിട്ടുണ്ടായിരിക്കും. അമിതം എന്ന് പറയുമ്പോൾ നമ്മളത് പറയും അവരോട്, അതായത് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോർമൽ അല്ല, അത് അണുബാധയായിട്ട് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അപ്പോൾ അതിൽ കൂടുതലായിട്ട് പിന്നെ ഉള്ള കാര്യങ്ങൾ, ഈ വെള്ള നിറം എന്നുള്ളത് തൈരിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ, തൈര് പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പിന്നെ മാറും അണുബാധയുടെ അംശം കൂടുന്തോറും. പിന്നെ അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ കൂടുന്തോറും മഞ്ഞ നിറത്തിലേക്ക് വരും. മഞ്ഞ നിറത്തിലേക്ക് വന്നു കഴിയുമ്പം ഭയങ്കര ബാഡ് സ്മെല്ലിംഗ് ആയിരിക്കും, ഏകദേശം ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് യൂഷ്വലി ഈ മീൻ കഴുകിയ ഒരു വെള്ളമൊക്കെ ഉള്ളതിൻ്റെ സ്മെല്ല് അതുപോലെ ഒരു സ്മെല്ലായിരിക്കും. സോ ഒരു നല്ല ഒരു ബാഡ് സ്മെല്ലിങ് ഇത്. അപ്പം ഇത് എല്ലാ സ്ത്രീകൾക്കും സ്വയം അറിയാൻ പറ്റും ഇത് നമുക്ക് വന്നിട്ട് നോർമൽ അല്ല എന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, വളരെയധികം ഇച്ചിങ്, ചൊറിച്ചില് ഭയങ്കര അധികമായിട്ട് ചൊറിച്ചിലുണ്ടാവും, ആ ഏരിയയിലും ഉള്ളിലോട്ടും ഒക്കെ ഉണ്ടാവും. സോ അപ്പം ഇത് വളരെ നിസ്സാരമായിട്ട്, അപ്പം ഈ വെള്ള പോകുന്നതോ മഞ്ഞയായിട്ടുള്ള ദ്രാവകം പോകുന്നതോ ഒന്നും ഒരു വലിയ കാര്യമായിട്ട് അവർ വിചാരിക്കില്ല. ഈ ചൊറിച്ചിൽ വരുമ്പോഴത്തേക്കും അസഹനീയമായിരിക്കും. മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ചുടുവെള്ളം എടുത്തൊഴിക്കും. സോ ചുടുവെള്ളം ഒഴിക്കുമ്പം കൂടുകയുള്ളൂ. ഫംഗസ് ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ഫംഗൽ ഇത് ചൂട് ഉള്ള ഒരു അവസ്ഥയിൽ അതിന് കൂടുതൽ നല്ല രീതിയിൽ
അതിന് നന്നായിട്ട് പ്രോളിഫറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നല്ല രീതിയിൽ അതിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചൂട് നമ്മൾ ഒരിക്കലും ചിലർ ചൂടും ഉപ്പുവെള്ളവും കഴിക്കും. അപ്പം ഒരിക്കലും ചൂടുവെള്ളം നമ്മൾ ആ ഒരു സമയത്ത് കൊടുക്കരുത്. അത് പക്ഷെ പലരും ആ ഒരു അപ്പോഴത്തെ ശമനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നാലും അത് കൂടുതൽ ചൊറിച്ചിലുണ്ടാക്കേയുള്ളൂ. പിന്നെ ചിലർ ചെയ്യുന്നത്, എന്നാലും ഡോക്ടറെ കാണൂല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോകും. മെഡിക്കൽ ഷോപ്പിൽ പോയി ഇങ്ങനെ നല്ല ചൊറിച്ചിലുണ്ട്, ഒരു മരുന്ന് എന്തെങ്കിലും തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാവും, അതെടുത്ത് കൊടുക്കുമ്പം അത് പുരട്ടുമ്പം ഒരു 2 ദിവസം ആശ്വാസം കിട്ടും. അതോടെ കളയും. ആ 2 ദിവസത്തെ ആശ്വാസത്തോടുകൂടി പിന്നെ പൂർണ്ണമായി മാറ്റാതെ അല്ലേ? അതെ. അപ്പോൾ ഇതല്ല അതിന്റെ ട്രീറ്റ്മെന്റ്. ഒന്നാമത്തെ കാര്യം ട്രീറ്റ്മെന്റ് ഇതേ അല്ല. അപ്പം ഇത് അത് അപ്പോഴത്തേക്ക് ആ ഒരു ചൊറിച്ചിൽ വരാതിരിക്കാനുള്ള ഒരു ശമനം, അത് മാത്രമേ ഉള്ളൂ ആ ക്രീം. അല്ലാതെ അസുഖത്തിനെ നമ്മൾ ഇപ്പോഴും ട്രീറ്റ് ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ട്രീറ്റ് ചെയ്യുന്ന അവസ്ഥ. എന്നിട്ട് സ്ഥിരമുള്ളത് എന്ന് വെച്ചാൽ 100% സ്ത്രീകൾക്കും ഇതുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം സംശയം മാത്രമല്ല, അറിയാമായിരിക്കും ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്തതെന്നുള്ള. സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി അത്. എന്നിട്ട് അതോടുകൂടി അത് മറക്കും. പിന്നെ അടുത്തത് വരാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, ഇതിൻ്റെ പരിണാമം എങ്ങനെ എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് പിന്നെ യോനി ഭാഗത്തിൽ നിന്ന് ഫംഗൽ ഇൻഫെക്ഷനായിട്ട് തുടങ്ങുന്നത്, പിന്നെ ബാക്ടീരിയൽ, വൈറൽ, അങ്ങനെ മിക്സഡ് ഇൻഫെക്ഷൻ നമ്മൾ പറയും. ഇപ്പം എല്ലാ അണുക്കളും ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് അവിടെ ഫോം ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ പതുക്കെ അസെൻഡിങ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ പതുക്കെ അത് യോനി ഭാഗത്തിൽ നിൽക്കില്ല, വെജൈനൽ ഇൻഫെക്ഷനായിട്ട് മാത്രം നിൽക്കില്ല. അത് കഴിഞ്ഞിട്ട് പതുക്കെ അത് ഗർഭപാത്രത്തിനകത്തോട്ട് പ്രവേശിക്കും. അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനെ ക്യൂർ ചെയ്യുക എന്നുള്ളത് നല്ല പ്രയാസമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതൊരു പഴുപ്പ് കെട്ടായിട്ട് ഇങ്ങനെ കിടന്ന് തുടങ്ങുമ്പോൾ പിന്നെ ഇവർക്ക് ഉണ്ടാകാൻ പോണത് സിവിയർ ആയിട്ടുള്ള വയറുവേദന. ഇടയ്ക്കിടയ്ക്ക് ഈ ഗർഭപാത്രം റിയാക്ട് ചെയ്യും. ഈ പഴുപ്പ് അകത്ത് കിടക്കുമ്പോൾ ഗർഭപാത്രത്തിന് ഒരു ഭയങ്കര അസ്വസ്ഥതയാണ്. സോ ഗർഭപാത്രം തന്നെ റിയാക്ട് ചെയ്യും. ഈ യൂട്രസ് ഭയങ്കരമായിട്ട് കൺട്രാക്ട് ചെയ്യും, അതായത് തനിയെ ചുരുങ്ങാനും റിലാക്സ് ചെയ്യാനും തുടങ്ങും. സോ അങ്ങനെ വരുമ്പം ഇതിൻ്റെ ഒരു വേദന, അത് ചുരുങ്ങുകയും ഇത് വികസിക്കുകയും ചെയ്യുമ്പോഴത്തേക്കുള്ള വേദന സാധാരണ പീരിയഡ്സിൻ്റെ വേദന പോലെ ആയിരിക്കും. സോ അത് അടിവയറിൽ നല്ലൊരു വേദനയായിട്ട് പിന്നെ മാറും. സോ അപ്പോഴാണ് നമ്മളതിനെ PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് വെച്ചാൽ ടോട്ടലി അവിടെ മുഴുവനും ഇത് സ്പ്രെഡായി എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുമ്പം നമുക്ക് ശരിക്കും ഗർഭപാത്രത്തിൻ്റെ താഴെ ഒരു ചെറിയ പൗച്ച് പോലെയുണ്ട്, ശരിക്കും നോക്കിയാൽ പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമുക്ക് ഈ പഴുപ്പ് കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റും സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക്. സോ ഇതിനെയാണ് നമ്മൾ PID എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ സഹിക്കാൻ പറ്റില്ല, പിന്നെ അവർ ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ. അപ്പം അത് എത്രാമത്തെ സ്റ്റേജ് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അവിടെ ആലോചിക്കേണ്ടത്. ഇത് നമുക്ക് അതിന് മുമ്പേ തടയാമായിരുന്നു. നമ്മൾ ഈ അണുബാധയുടെ പല അടുത്ത സ്റ്റേജിലേക്കാണ് നമ്മൾ വന്നത്. അതായത് അത് ഗർഭപാത്രത്തിലേക്ക് പടർന്ന് ഇത് ചെയ്യാം. പിന്നെ ആ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന അണുബാധ വീണ്ടും മുകളിലോട്ട് പോകും, അതായത് ട്യൂബുകളിലോട്ട്. അപ്പോൾ ഗർഭപാത്രത്തിന്റെ കൂടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന 2 സൈഡിലും ഇരിക്കുന്നതാണ് ട്യൂബുകൾ. അതിനോടൊപ്പം അവിടെ നിന്ന് തുറന്ന് വെളിയിലോട്ട് വരുന്നതാണ് ട്യൂബുകൾ. അപ്പോൾ ഫെലപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്യൂബ് എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ് ശരിക്കും കുഞ്ഞ് ഉണ്ടാകുന്ന ഒരു സ്ഥലം ട്യൂബാണ്. ഒരു ബീജവും ഒരു അണ്ടവും എഗ്ഗും സ്പേമും കൂടി ഒരുമിച്ച് ചേരുന്ന സ്ഥലം ആ ട്യൂബാണ്. എന്നിട്ടാണ് പിന്നെ അത് യൂട്രസിനകത്തുണ്ട്. അപ്പൊ ട്യൂബ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മളിവിടെ അതും കൂടി പറഞ്ഞേ പറ്റുള്ളൂ, മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഈ അണുബാധ, അതായത് ഈ പസ്സും ഇൻഫെക്ഷനും ഒക്കെ പതുക്കെ ട്യൂബിലോട്ട് കയറും. ട്യൂബിലോട്ട് കയറിയിട്ട് അതിന് നമ്മളപ്പോൾ പയോസാൽഫിങ്സ് എന്ന് പറയും, പഴുപ്പ് നിറഞ്ഞ ട്യൂബ്, അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ വന്നിട്ട് ആ ട്യൂബുകൾ തമ്മിൽ, അതിൻ്റെ ഭിത്തികൾ തമ്മിൽ ഒട്ടലുണ്ടായി അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ, അത് മാത്രമല്ല അതിൽ ചെറിയ ചെറിയ ഒരു ഹെയർ സെൽസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് ശരിക്കും ഈ ഉണ്ടായ ഭ്രൂണത്തിനെ തള്ളി യൂട്രസിനകത്തോട്ടാക്കുന്നത്. സോ
അങ്ങനെ ഒരു അവസ്ഥ പതുക്കെ ഇല്ലാണ്ടാവും. ആ സമയത്താണ് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്യൂബ് പഴുപ്പുള്ള ഒരു ട്യൂബാണ്. അങ്ങനെ ആവുമ്പം അതിന് ആ കുഞ്ഞിൻ്റെ ഭ്രൂണം, അതായത് അത് എംബ്രിയോ, അതിനെ തിരിച്ച് യൂട്രസിനകത്ത് വിടാനുള്ള ശക്തിയില്ല. മാത്രമല്ല അതിൻ്റെ ഭിത്തികൾ ഒട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആവുമ്പോഴാണ് ട്യൂബിലുള്ള പ്രഗ്നൻസി വരുന്നത്. ഇൻഫെക്ഷൻ ഉള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ട്യൂബിലുള്ള പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന സംഗതി. സോ ആക്ച്വലി ഒരു ട്യൂബിൽ പ്രഗ്നൻസി വരുമ്പോൾ നമ്മളൊരു 3 മാസം ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷമേ ഹസ്ബൻഡിനും വൈഫിനും, അതാണ് ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ട്രീറ്റ് ചെയ്യുമ്പം വൈഫിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ ഒരിക്കലും അവരുടെ അസുഖം മാറില്ല. സോ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡിനെയും വൈഫിനെയും ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ അണുബാധ കുറഞ്ഞതിന് ശേഷം അടുത്ത പ്രഗ്നൻസി. സോ അപ്പം അത് എവിടം വരെ എത്തിയെന്ന് കണ്ടോ. ഈ ഇവിടെ നിന്ന് തുടങ്ങിയ ഒരു നിസ്സാര ഇൻഫെക്ഷൻ അവിടെ വച്ച് തന്നെ നമുക്കതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് അത് ഗർഭപാത്രത്തിലോട്ട് പോയി, ട്യൂബിലോട്ട് പോയി, പിന്നെ പുറത്തോട്ട് വീണു. അവിടെ നിന്ന് പഴുപ്പ് അത് മുഴുവൻ എലിക്കൂടിനകത്ത് പരന്ന് പിടിച്ചു. എന്നിട്ട് വേദന തുടങ്ങി. എന്നുവെച്ചാൽ സഹിക്കാൻ മേലാത്ത വേദനയായിരിക്കും, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദനയായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ PID എന്ന് പറയുന്നത്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. സോ ആ വേദന സഹിക്കാൻ മേലാത്ത ഒരവസ്ഥയായിരിക്കും. ഇത് ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇത്രയും സ്റ്റേജ് ആയിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് ഏജ് ഓൾഡ് ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പിന്നെയും ഇതിൽ നിന്നും ആഘാതം കൂടിയ ഒരു സംഗതിയാണ് വരാൻ പോണത്. ലൈഫ് ബീറ്റ്സിൽ ഇനി ഒരു ഇടവേള. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. അപ്പം നമ്മൾ അണുബാധയുടെ ഒരു കാഠിന്യം എത്രത്തോളം പോകും? കാഠിന്യം ഇനി അടുത്തത് ഞാൻ ഏറ്റവും മോശമായ സംഭവം ഞാൻ പറഞ്ഞില്ല. സോ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത് ഈ ഇത്രയുമൊക്കെ ഇങ്ങനെ ഇത് ക്രോണിക് ആയെന്ന് വിചാരിക്കുക. നമ്മൾ ട്രീറ്റ്മെൻറ്റേ എടുക്കുന്നില്ല. ഇതിങ്ങനെ അണുബാധ ഉള്ളിൽ നിരിക്കുന്നു, ഈ വല്ലപ്പോഴും ഇവരൊരു ക്രീം വാങ്ങിച്ച് തേക്കുന്നു, ഇങ്ങനെ അങ്ങ് വിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ അണുബാധ ഗർഭവായ മുഖം സർവിക്സിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഫംഗസും പിന്നെ ബാക്ടീരിയയും കഴിഞ്ഞ വൈറസിൻ്റെ ഒരു അണുബാധ വരുന്നു. അങ്ങനെ ഒരു വൈറസ് അണുബാധയായിട്ട് അത് സർവിക്സ് എന്ന് പറയുന്ന ഭാഗം, അതായത് ഗർഭവായി മുഖം, ഗർഭപാത്രത്തിന്റെ തുറക്കുന്ന സ്ഥലം സർവിക്സ് എന്ന് പറയുന്നത്. സോ അവിടെ വന്നിട്ട് വ്രണങ്ങളായിട്ട് മാറും. വ്രണങ്ങളായിട്ട് മാറുമ്പോഴത്തേക്കും അത് ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് കരുതപ്പെടും. പിന്നെ ഈ വൈറസ് ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് ശരിക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പല വിഭാഗം വൈറസുകളുണ്ടത്. അപ്പം അത്തരത്തിലുള്ള വൈറസ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് ഈ സർവൈക്കൽ ക്യാൻസർ. അപ്പം ഇപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു അണുബാധ എവിടം വരെ എത്താം, അതായത് ചെറുതായിട്ട് തുടങ്ങി തീർത്തിരുന്നെങ്കിൽ തീരാവുന്നുള്ളത് ക്യാൻസർ വരെ എത്തി ഒരാളുടെ ജീവന് വരെ അപകടമാകാൻ പറ്റും. അതാണ് അവസാനം ഇതിന്റെ ഏറ്റവും അണുബാധയുടെ ഏറ്റവും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും മോശം അവസ്ഥ അതാണ്. സോ അതുകൊണ്ട് എല്ലാവരും ആദ്യമേ ഇതിനെ ശ്രദ്ധിക്കാനുള്ള അവസ്ഥയിൽ ആദ്യമേ തന്നെ പോയി ഡോക്ടറെ കണ്ട് ശരിയാക്കിയില്ലെങ്കിൽ, അതും പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒറ്റ ട്രീറ്റ്മെന്റ് എടുക്കും പലരും. ഡോക്ടറെ കാണും, ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഒരുവിധം ആശ്വാസം കിട്ടും. പക്ഷെ പിന്നെ പറയാൻ പോകുന്നത് പിന്നെ ഉള്ള ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് വന്ന് എടുക്കത്തില്ല.
അപ്പൊ നമ്മള് ഒരു അണുബാധ വന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എവിടം വരെ പോയി നിൽക്കാമെന്നാണ്. നാച്ചുറലി എല്ലാവരും ആലോചിക്കും, എന്തൊക്കെ എല്ലാരും ചോദിക്കണേ, എന്ത് ഡോക്ടറെ എനിക്ക് ഇങ്ങനെ അണുബാധ കാരണങ്ങൾ അതാ ഞാൻ ചോദിക്കാൻ വന്നതെന്ന് ഓരോന്നായിട്ട് പറയാം. ഒന്ന്, ഈ പീരിയഡ്സ് ടൈമിൽ, മെൻസസ് ടൈമിൽ, അതായത് മാസക്കുളിയുടെ സമയത്ത് ശരിക്കുള്ള ഹൈജീൻ പാലിക്കാത്തവർ, അതായത് ശരിക്കുള്ള ശുദ്ധവൃത്തി പാലിക്കാത്തവർ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്കൊരു ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ 4 മണിക്കൂർ കൂടുമ്പം പാഡ് മാറ്റണം. അതല്ലാതെ ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും കോളേജിൽ പോകുന്ന പിള്ളേരായാലും ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു പാഡ് തന്നെ വെക്കും. വലിയ ബ്ലീഡിങ് ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ഒരിക്കലും വെച്ചാൽ ഈ ഡ്രൈ ബ്ലഡിൻ്റെ മുകളിൽ അണുബാധ ഉണ്ടാകും. സോ ഒരിക്കലും ആ അണുബാധയായിരിക്കും പിന്നെ നമുക്ക് ദേഹത്തിന് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഒരിക്കലും അത് ചെയ്യരുത്. എപ്പോഴും ബ്ലഡ് എന്ന് പറയുന്ന ഒരു നെക്സസ് ആണ്. സോ ആ ബ്ലഡ് എന്ന് പറയുന്നതിൻ്റെ പുറത്ത് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതൊരു അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യമാണ്. സോ ആദ്യം നമ്മൾ ഈ പീരിയഡ്സ് ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ആദ്യം പ്രോപ്പറായിട്ട് ഇത് മാറ്റാനുള്ള ആ ഒരു 4 hours കൂടുതലൊന്നും വച്ചേക്കരുത്, മാറ്റണം. സ്കൂളിലായാലും കോളേജിലായാലും വേറെ ഒന്നും കൂടെ കൊണ്ടുപോയിട്ട് ഒന്നിനെ ഡിസ്പോസ് ചെയ്ത് വേറൊന്ന് ഉപയോഗിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അറ്റ്ലീസ്റ്റ് 2 ഒരു ഇത്രയും സമയം അവർ കോളേജിലും സ്കൂളിലും സ്പെൻഡ് ചെയ്യുമ്പോൾ മാറ്റണം. പിന്നെ ഓഫീസിൽ പോകുന്ന സ്ത്രീകളായാലും ശരി, പിന്നെ വീട്ടിലുള്ളവർക്ക് അത്ര പ്രയാസം വരില്ല, അവർക്ക് തോന്നുമ്പോൾ ചെയ്യാം. പിന്നെ ആ സമയത്ത് ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് നല്ലോണം എന്തെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ അതിലോട്ട് ഇട്ട് വെച്ചിട്ട് കുതിർത്ത് വച്ചതിന് ശേഷം കഴിവതും ഈ പീരിയഡ്സ് ടൈമിൽ ഡിസ്പോസിബിൾ പാഡുകൾ തന്നെ ഉപയോഗിക്കുക. ഇന്നും തുണി ഉപയോഗിക്കുന്ന കുറച്ച് പേരുണ്ട്. ദയവ് ചെയ്ത് അത് പാടില്ല. കാര്യം വെച്ചാൽ ആ തുണി ഉപയോഗിച്ച് പിന്നെയും നനച്ചിട്ട് പിന്നെയും അതെടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ 1000 ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ കഴിവതും അതിൽ ഒരു ഇച്ചിരി വില ചിലവാക്കുന്നത് കൂട്ടാക്കാതെ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി പൈസ ചിലവാക്കുന്നത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന പാഡുകൾ തന്നെയാണ് ഹൈജീനിക്ക്. അത് എല്ലാ മാസവും മാറ്റിക്കൊണ്ടിരിക്കരുത്. ഈ പിള്ളേരുടെ ഒരു അവസ്ഥയുണ്ട്, അവർ ഓരോ അഡ്വർടൈസ്മെന്റിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പം അടുത്തത് അതിലോട്ട് മാറും, അതിൽ കഴിഞ്ഞിട്ട് വേറൊന്നിലോട്ട് മാറും. അപ്പോൾ ഈ ഇങ്കൊക്കെ ഒഴിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു നമുക്ക് തന്നെ കഷ്ടം തോന്നും. ഇത് എന്തൊക്കെയാണ് ഈ പിള്ളേരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് എന്താണ് ഇതൊക്കെ കാണിക്കണമെന്ന്. സോ അപ്പം അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ അലർജി തന്നെ വരാം. പുതിയ പാഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ അലർജി വരാം. അതൊരു വേറൊരു അവസ്ഥയാണ്. അതല്ലാതെ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് പ്രോപ്പറായിട്ട് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ട് അതിനെ കുറേ നേരം അങ്ങനെ ഒരു 3-4 മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് ക്ലീനായിട്ട്, ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ശ്രദ്ധിക്കണം, ക്ലീനായിട്ട് അത് ഉണങ്ങിയതിന് ശേഷമേ പിന്നെ എപ്പോഴെങ്കിലും റീയൂസ് ചെയ്യാവൂ. അത് മാത്രമല്ല, ഈ പീരിയഡ്സ് ടൈമിലേക്ക് ഇടുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് പ്രത്യേകം മാറ്റി വെച്ചേക്കണം, ഒരു 10 എണ്ണമെങ്കിലും. കാര്യം വെച്ചാൽ അതും സാധാരണ ദിവസങ്ങളിൽ ഇടുന്നതും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത്. അപ്പോൾ ഇതിനെ വന്നിട്ട് കൂടുതൽ പ്രത്യേകം കെയർ കൊടുത്ത് അതിനെ നനച്ച് വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ അണുബാധ സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടി പകരാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സ്ത്രീക്ക് കിട്ടാം, സ്ത്രീക്ക് ഉണ്ടെങ്കിൽ പുരുഷന് കിട്ടാം. സോ എപ്പോഴും ട്രീറ്റ്മെന്റ് 2 പേരും എടുക്കണം. ചില സമയത്ത് ഈ സ്ത്രീ വരുമ്പോഴത്തേക്കും നമ്മൾ ഹസ്ബൻഡിനും കൂടെ കൊടുത്തോളൂ. ഹസ്ബൻഡ് കഴിക്കില്ല ഡോക്ടർ, നിനക്കല്ലേ ഇൻഫെക്ഷൻ, നിനക്കല്ലേ അണുബാധ, നിനക്കല്ലേ പ്രശ്നം, ഞാൻ എന്തിനാ മരുന്ന് കഴിക്കണമെന്ന് ചോദിക്കും. പക്ഷെ പുരുഷന്മാരിൽ ഇത് പകർന്നാൽ സ്ത്രീകളെക്കാളും കഷ്ടാവസ്ഥയായിരിക്കും. അത് മുകളിലോട്ട് പടർന്നു കയറി പ്രോസ്റ്റേറ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ അതീവ വേദനയുള്ള മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന ഇൻഫെക്ഷൻ ആയിരിക്കും അവർക്ക്. അണുബാധ ഉണ്ടാകുന്ന കാരണങ്ങൾ അണുബാധ ഇതേപോലെ പുരുഷ സ്ത്രീ ബന്ധത്തിൽ വരാം. അങ്ങനെ വരുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോൾ പുരുഷന്മാരിൽ വന്നാൽ വളരെ കാഠിന്യം കൂടുകയും ചെയ്യും. അത് എപ്പിഡിഡിമൈ, ഓർക്കൈറ്റിസ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റൈറ്റിസ്, യൂഷ്വലി പ്രോസ്റ്റേറ്റിക് ഇൻഫെക്ഷൻ ആയിട്ട് വരും. ഭയങ്കര വേദനയുള്ള ഒരു സംഗതിയാണ്. സോ ഈ പുരുഷന്മാരുടെ അടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് കൂടെ ഉണ്ടെങ്കിൽ. ഇത് നിങ്ങൾക്ക് അതിൽ നിന്നും കഷ്ടമായിരിക്കും, ഈ സ്ത്രീയെക്കാളും കഷ്ടമായിരിക്കും നിങ്ങൾക്ക് വന്നാൽ. സോ ദയവേത് 2 പേരും
അത് മരുന്നെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സിമ്പിൾ മെഡിസിനാണ് കൊടുക്കുന്നത്, റാഡിക്കൽ ക്യൂർ എന്ന് വെച്ചാൽ ഒരു 3-4 ഗുളിക കാണും ആ ഒരു കിറ്റിനകത്ത്, അതിനെയാണ് ആദ്യം. പിന്നെ ഉള്ളൂ നമ്മൾ ഇത് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. സോ ഇത് ഓരോരുത്തരുടെയും കാഠിന്യവും മിക്സഡ് ഇൻഫെക്ഷൻ ആണോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതനുസരിച്ചിട്ടൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ ട്രീറ്റ്മെന്റ് ഒരു മിനിമം 3 to 5 months പ്രോപ്പറായിട്ട് ചെയ്താലേ മാറുള്ളൂ. ഒറ്റ പ്രാവശ്യം വന്നിട്ട് പോണവരും ഉണ്ട്. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെ വീണ്ടും തുടങ്ങി ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇത് കറക്റ്റ് മാസം തോറും വരണം, കൃത്യമായിട്ട് എടുക്കണം, ഹസ്ബൻഡ് വൈഫ് എടുക്കണം. സോ ഇതിൻ്റെതായ ഓരോ രീതികളുണ്ട്. അപ്പം നമ്മൾ അതിനെയൊക്കെ തെറ്റിക്കാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ബോഡി നമ്മളടുത്ത് തന്നെ റിയാക്ട് ചെയ്യും. സോ ഒരിക്കലും നമുക്ക് വന്നിട്ട് വിധികളെ തെറ്റിച്ച് മാറി നടക്കാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ശരീരമാണ് അത് അതിൻ്റെ രീതിയിൽ തന്നെ പെരുമാറും. സോ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലും ഇതുപോലെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളിലും കോളേജിലൊക്കെ പോണ കുട്ടികൾ യൂറിൻ പാസ് ചെയ്യത്തില്ല, ഒരുപാട് സമയം യൂറിൻ പാസ് ചെയ്യാതെ ഹോൾഡ് ചെയ്യും. സോ അതിൻ്റെ കൂടെ ഈ ഇൻഫെക്ഷനും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞ പോലെ പിന്നെയും യൂറിനറി ഇൻഫെക്ഷൻ വന്നു. യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒരു പെൺകുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. കാര്യം വെച്ചാൽ യോനിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് കയറാൻ എളുപ്പമാണ്. പുരുഷന്മാരെ പോലെയല്ല, സ്ത്രീകൾക്ക് ഇത് രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് യൂറിനറി ഇൻഫെക്ഷൻ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയും നമുക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയുള്ള സംഭവമാണെന്ന്. Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. ഇനി ഇതേക്കുറിച്ചുള്ള മിഥ്യധാരണകൾ ഈ പലരും പറയണ കേട്ട് കാണും, ഈ വെള്ള പോകുന്നത് എല്ലുരുകിയിട്ടാണ്. അങ്ങനെ ഒരു സംസാരം ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ എല്ല് ഉരുകി പോകുന്നതാണ് ഈ വെള്ള പോകുന്നതെന്ന്. അങ്ങനെ ഒരുപാട് വയസ്സായ സ്ത്രീകൾ എന്നോടും ചോദിക്കും, അയ്യോ അത് എല്ലുരുകുന്നല്ലേ, അപ്പോൾ പിന്നെ കുട്ടിയുടെ ആരോഗ്യം മുഴുവൻ പോവില്ലേന്ന്. ഞാൻ പറഞ്ഞു, എല്ലും ഒന്നും ഉരുകി അത് ഗർഭപാത്രത്തിനകത്ത് വരാൻ പറ്റുമോ? എല്ലുരുകിയ വഴി കൂടെ അല്ലേ പോവുള്ളൂ. അല്ലാതെ ഇത് ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല. ഇത് അങ്ങനെ വിചാരിച്ചിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എല്ലുരുകി പോകുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, വളർന്നു വരുമ്പോൾ അങ്ങനെയായി ശരിയാവും. പക്ഷേ ചെറിയ കുട്ടികളിൽ പോലും ഇതുണ്ടാവാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു 7 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് കുട്ടികളിൽ പോലും ഈ അണുബാധ ഇപ്പം കാണാം. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പലതരം പിന്നെ നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ചിലർ ഫാൻസിക്ക് വേണ്ടി കൊച്ചുകുട്ടിയൊക്കെ സിന്തറ്റിക് ആയിട്ടുള്ള ഈ പാൻറ്റീസും പിന്നെ അങ്ങനെയുള്ള സംഗതികൾ ഇട്ട് കൊടുക്കും. സോ അത് വേർപ്പ് വെളിയിൽ വിടാത്ത വസ്ത്രങ്ങൾ നമ്മൾ ഇടുമ്പോൾ പിന്നെ പറയുമ്പം ഇതും പറയണം. അതേപോലെ വലിയ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ ജീൻസും പിന്നെ അതേപോലെ വേർപ്പ് പുറത്തു പോകാത്ത ആ ടൈപ്പ് ലെതർ കൊണ്ടുള്ള ഡ്രസ്സസ്, ഇതെല്ലാം മേ ബി ഫാൻസിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു 2-3-4 മണിക്കൂർ വരെ മേ ബി 3 to 4 hours ഇറ്റ്സ് ഓക്കെ. അതല്ലാതെ രാവിലെ കോളേജിൽ ഇട്ടുകൊണ്ട് പോയി രാത്രി വീട്ടിൽ വരുന്ന ഒരു അവസ്ഥ വരെ ഈ ജീൻസും ലെതർ സൂട്ട്സും ഒക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേർപ്പ് പുറത്തു പോകാതെ ആ വേർപ്പിൽ അണുബാധ വന്നിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജസിലൂടെയും അണുബാധ പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ വസ്ത്രധാരണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ അണുബാധ സ്ത്രീകളിൽ വരാനായിട്ട്. സോ അപ്പം ഈ നമ്മുടെ വേഷവിധാനങ്ങൾ എപ്പോഴും നമുക്ക് വേർപ്പ് ഉണ്ടാക്കാതിരിക്കാനും വേർപ്പുണ്ടായാൽ പുറത്ത് വേർപ്പ് വിടാനും പറ്റുന്ന ഒരു രീതിയിലുള്ള വേഷവിധാനങ്ങൾ നമ്മൾ എപ്പോഴും ഇടണം. സോ അതും ഒരു കാരണമാണ് അണുബാധയ്ക്ക്. പിന്നെ ഒരുപാട് യാത്ര ചെയ്യുന്നവര്, ഒത്തിരി വേർക്കുന്നവര്,
ഇങ്ങനെയുള്ളവർക്ക് അണുബാധ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളവർ കഴിവതും എപ്പോഴും ഈ ആൻറ്റി സ്വെറ്റ് അല്ലെങ്കിൽ സ്വെറ്റ് അബ്സോർബിങ് പൗഡേഴ്സ് ഡസ്റ്റ് ചെയ്തിട്ട് ഇത് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇടുക. സോ അത് എപ്പോഴും ഞാൻ കൊടുക്കാറുണ്ടത്. സോ ആ ഒരു വേർപ്പിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേർപ്പിലൂടെ ഈ അണുബാധ വരണത് കുറേയൊക്കെ തടയാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഈ വാഷുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ആ വാഷ് വെച്ച് കഴുകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ചുടുവെള്ളം ഇതൊന്നും എടുത്ത് ഒഴിച്ചിട്ട് കാര്യമില്ല. ഈ വാഷുകൾ അത് ഈ അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കുന്നതല്ല, മെഡിക്കേറ്റഡ് വാഷുകളുണ്ട്. അതായത് ഒരു 3-4-5 മെഡിക്കൽ സംഭവങ്ങൾ അതിൽ ചേർന്നത് ഉപയോഗിച്ചാൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മളത് ഡെയിലി, അത് മാത്രമല്ല അതൊരു നമ്മൾ എങ്ങനെ മുഖത്ത് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാഷ് ചെയ്യുമ്പം, കുളിക്കുമ്പം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പം ഈ വെജൈനൽ വാഷ് യോനി ഭാഗവും നമ്മൾ അതേപോലെ വൃത്തിയാക്കി വെച്ചേക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഇൻഫെക്ഷൻ്റെ അളവ് വളരെ കുറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. സോ അങ്ങനെ വരുമ്പോൾ പിന്നെ ലൈംഗിക ബന്ധം വരുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ വരാം. സോ അവിടെ ചെറിയ പൊട്ടലുകളൊക്കെ വരുമ്പോൾ അതിലോട്ട് ഇൻഫെക്ഷൻ കയറി പറ്റാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വാഷ് വന്നിട്ട് കുറേ ഉപകാരം ചെയ്യും. ഈ പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറി പറ്റുന്നത് ഒന്ന് മാറ്റാൻ പറ്റും. സോ എപ്പോഴും ആ വാഷ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അത് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ച് മെഡിക്കേറ്റഡ് വാഷ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വശങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ട്രീറ്റ്മെൻ്റ് എന്ന് ഞാൻ ഈ പറഞ്ഞത് ശരിക്കും പറഞ്ഞത് ഒരു ആദ്യം നമ്മൾ റാഡിക്കൽ ക്യൂർ എന്ന് പറയും. അത് നമ്മളൊരു കിറ്റ് മരുന്നുകളാണ് കൊടുക്കുന്നത്. ആ കിറ്റുകൾ ഹസ്ബൻഡും വൈഫും ഉപയോഗിക്കാനായിട്ട് പറയും. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ വെക്കാനുള്ള മരുന്നുകൾ, വെജൈനൽ ടാബ്ലറ്റ്സ് സ്ത്രീകൾക്ക് അത് നിശ്ചിത കാലയളവിന് 3 ദിവസം 6 ദിവസം അങ്ങനെയുണ്ട്. സോ അവരവരുടെ ഇൻഫെക്ഷൻ്റെ കാഠിന്യം അനുസരിച്ച് നമ്മളത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇച്ചിങ്ങിന് ക്രീംസ് ഉണ്ട്, മെഡിക്കേറ്റഡ് ക്രീംസ് ഉണ്ട്. ആ ക്രീം ഈ എല്ലാ ഇൻഫെക്ഷനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്രീമുകളായിരിക്കും നമ്മൾ മിക്കവാറും കൊടുക്കുന്നത്. 1-2 കാണും, ചിലപ്പോൾ മിക്സ് ചെയ്തിടേണ്ടി വരുമോ, അങ്ങനെ എങ്ങനെയെങ്കിലും ആയിരിക്കും. ഒരു ദിവസം 3-4 പ്രാവശ്യം ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഇടാം. പിന്നെ 1 or 2 times ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ ഞാൻ യൂഷ്വലി പറയുന്നത് ഈ ഉള്ളിൽ വയ്ക്കാനുള്ള ടാബ്ലറ്റിൻ്റെ കൂടെയും ഈ ക്രീം ഇട്ടിട്ട് വെച്ചാൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും പിന്നെ കൂടെ കൊടുക്കുന്ന ഒരു സംഭവം ഈ ഇതുവരെ ഉപയോഗിക്കില്ലായിരിക്കും ഒരു വാഷ്, വെജൈനൽ വാഷ്. അപ്പോൾ ഈ വെജൈനൽ വാഷും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഇത്രയും അസ്വസ്ഥതകൾ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് മാറുകയും ചെയ്യും. അപ്പോൾ അത് മാറുമ്പോഴത്തേക്കും പിന്നെ ഡോക്ടറെ അടുത്ത് വരാതിരിക്കരുത്. അതാണ് അപ്പം നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവത. അല്ലെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയി അത് തന്നെ വീണ്ടും വാങ്ങിച്ച് കഴിക്കും. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടുകയും അത് അല്ലാത്ത രീതിയിൽ മാറുകയും ചെയ്യും. സോ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ലോങ് ട്രീറ്റ്മെൻറ്റ്, അത് ഒരു 10-15 ദിവസത്തേക്ക് വരുന്നൊരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ്. സോ ഇത് ഒരു ഡോക്ടർ തന്നെ ഒരു റെജീം ഡിസൈഡ് ചെയ്ത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതിനെ ദയവ് ചെയ്ത് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു ക്രീം വാങ്ങിച്ച് തേച്ച് കുളവാക്കി ഫൈനലി ക്യാൻസർ വരെ എത്തിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ കൊണ്ടാക്കരുത്. പിന്നെ ട്യൂബിലുള്ള പ്രഗ്നൻസി ചെറുപ്പക്കാരിലാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അടിവയറ് വേദനയും ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത, ഒരിക്കലും തീരാത്ത വേദന, ഇതൊക്കെ ഉണ്ടാക്കി വെക്കരുത്. ഇതാണ് നമുക്ക് അറിയേണ്ടത്. സോ എൻഡിങ് അപ്പ് അല്ലേ. അപ്പം സോ ടു എൻഡ് അപ്പ്, ആദ്യം ഒരു സ്ത്രീക്ക് വേണ്ടത് വൃത്തി, ശുചിത്വം. സോ ആ ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാവരും കുളിക്കും, മുഖം മിനുക്കും, വൃത്തിയായിട്ടിരിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമുക്ക് ഏറ്റവും പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ ഈ അവയവങ്ങൾ, സ്ത്രീ അവയവങ്ങൾ എന്ന് പറയുന്ന ആ ഇത് ജനനേന്ദ്രിയങ്ങളും അതേപോലെ തന്നെ ജനിതകമായിട്ടുള്ള ഈ പ്രൈവറ്റ് പാർട്സ്, വെജൈന ഉൾപ്പെടെയുള്ള വെളിയിൽ കാണുന്ന സംഭവങ്ങളെ നമുക്ക് വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അത് പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്ക് മാസം തോറും മാസക്കുളി വരുന്നതിനാൽ, ദാറ്റ് ഈസ് പീരിയഡ്സ് വരുന്നതിനാൽ, അത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ അണുബാധ വരാൻ സാധ്യതയുള്ള ഒരു സമയമായതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് കൂടുതൽ വൃത്തിയും ശുചിത്വവും പാലിച്ചേ പറ്റുള്ളൂ. ആ സമയത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഈ തുണി ഉപയോഗിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ തീർച്ചയായിട്ടും
നമുക്ക് ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ഇൻഫെക്ഷനും ഇല്ലാതെ മുമ്പോട്ട് പോണ എത്രയോ പേരുണ്ട്. അപ്പം അവര് സ്വന്തം ശരീരത്തിനൊപ്പം ഈ സംഭവങ്ങളും ഒക്കെ അതുപോലെ സൂക്ഷിച്ച് ശുചിത്വത്തോട് നോക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ചിലർ വളരെ നല്ല ക്ലീൻ ആയിട്ട് നോക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നതും കൂടുതൽ വേണം. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 4 ലിറ്റർ വെള്ളം തീർച്ചയായിട്ടും കുടിക്കുക. അപ്പം ചിലർ ചിരിക്കും, എങ്ങനെ കുടിക്കും ഡോക്ടർ? ഞാൻ അതിനും ഒരു കാരണം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജോലിക്ക് പോണതിന് മുമ്പേ ഒരു ബോട്ടില് ഒരു ലിറ്റർ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ എന്തായാലും 1 ലിറ്റർ വെള്ളം നമ്മൾ കൊണ്ടുപോകും. തിരിച്ച് വന്നിട്ട് 7 മണിക്ക് മുമ്പേ 2 ലിറ്റർ ഒരു ബോട്ടിൽ 2 ബോട്ടിൽ എടുത്ത് വെച്ചാൽ നമ്മൾ കുടിക്കും. ഗ്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും കുടിക്കില്ല, കണക്കും അറിയില്ല. സോ അതുകൊണ്ട് ബോട്ടിലുള്ള വെള്ളം ഒരു 7 മണിക്കും കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷനും വരാതിരിക്കുക. സോ ഇത്രയൊക്കെ മതി ഇൻഫെക്ഷൻ മാറാൻ. പിന്നെ നല്ല പ്രതിരോധ ശക്തി നമ്മുടെ ബോഡിക്ക് വേണം. അതിന് നിറച്ചും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീനും കഴിക്കാനും, പിന്നെ അതേപോലെ പയറുവർഗ്ഗങ്ങൾ കഴിച്ചാൽ നല്ല പ്രതിരോധ ശക്തി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത്രയും മതി. അപ്പോൾ ഒരു അണുബാധയില്ലാത്ത ഒരു നല്ല ജീവിതം, അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളില്ലാതെ എല്ലാവരും നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം. ശുചിത്വമുള്ള ജീവിതമാണ് സുഖജീവിതം. അതെല്ലാവർക്കും മനസ്സിലാക്കി തരാനാണ് നമ്മൾ ഈ ടോപ്പിക് എടുത്ത്. സോ ബി ക്ലീൻ, ബി ഹാപ്പി. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center. Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959.